നെന്മാറയിൽ നാടിനെ ഞെട്ടിച്ച ഇരട്ട കൊലപാതകം. ഒരു കേസിൽ അറസ്റ്റിലായി, ഒരു കൊലപാതക കേസിൽ അറസ്റ്റിലായി ജയിലിൽ പോയ പ്രതി ആ കേസിൽ ജാമ്യത്തിലിറങ്ങി അതേ കുടുംബത്തിലെ രണ്ടുപേരെ കൂടി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. പാലക്കാട് പോത്തുണ്ടിയിലാണ് ഈ ദാരുണമായ സംഭവം. പോത്തുണ്ടി സ്വദേശികളായ അമ്മയെയും മകനെയുമാണ് അയൽവാസി ചെന്താമര കൊലപ്പെടുത്തിയത്. 2019 ഇപ്പോൾ കൊല്ലപ്പെട്ട ആളുടെ ഭാര്യയെ അന്ന് സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ആ കേസ് നടക്കുകയാണ്. അതിനിടയിൽ ജയിലിലായിരുന്നു. ഇപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ചെന്താമര ഈ സജിതയുടെ ഭർത്താവിൻ്റെ അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. 2019 ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായിരുന്ന വിവരങ്ങൾ തൻ്റെ ഭാര്യയും മക്കളും ഉപേക്ഷിച്ച് പോകാനുള്ള കാരണം ഈ കുടുംബത്തിലെ ആളുകളാണ് എന്ന വൈരാഗ്യത്തിൽ അങ്ങനെ വിശ്വസിച്ച് കൊലപാതകം നടത്തുകയായിരുന്നു. സ്വന്തം കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം സജിത ഉൾപ്പെടെയുള്ള അയൽവാസികളാണ് എന്ന് തെറ്റിദ്ധരിച്ച് ആ കൊലപാതകം നടത്തുകയായിരുന്നു. അന്ന് വീട്ടിൽ കയറി സജിതയെ നിരവധി വെട്ടുകൾ നൽകിയാണ് സജിതയെ കൊലപ്പെടുത്തുന്നത്. കഴുത്തിനു പിന്നിൽ, ശരീരത്തിന്റെ പലയിടങ്ങളിലൊക്കെ അന്ന് വെട്ടേറ്റാണ് സജിത മരിക്കുന്നത്. ആ കേസിൽ ജയിലിൽ പോയതിനു ശേഷം തിരികെ വന്ന് സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയുമാണ് ഇപ്പോൾ ചെന്താമര കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഗൂഗിൾ VS ഉണ്ട് വിവരങ്ങളുമായി. ഗൂഗിൾ, ഇയാൾ കാട് കയറിയിരിക്കാം സംശയമാണല്ലോ നേരത്തെ ഉണ്ടായിരുന്നത്. ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞോ? എപ്പോഴായിരുന്നു ഈ സംഭവം? പോലീസും ഇയാൾക്ക് ആ പ്രദേശത്തുള്ള അതായത് നെന്മാറയുടെ നെല്ലിയാമ്പതിയുടെ അടിവാരമാണ് ആ ഭാഗത്തുള്ള പ്രദേശത്തിൽ താഴ്വാരത്തിന്റെ ഭാഗങ്ങളിലേക്ക് പോയിരിക്കാം എന്നുള്ളൊരു സംശയം തന്നെയാണ് പോലീസും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഇപ്പോൾ ഇയാൾക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഇയാളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ ഉടൻ തന്നെ പിടിയിലാകും എന്നുള്ള വിവരമാണ് പോലീസ് ലഭ്യമാക്കി തരുന്നത്. ഏതായാലും അയാൾക്കുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ഇന്ന് ഏകദേശം ഒരു മണിക്കൂർ മുമ്പാണ്. കാരണം ഒരു വീട്ടിലെ 3 പേരെ ഇയാൾ ആകെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. സുധാകരന്റെ ഭാര്യ സജിതയെ ആദ്യം കൊന്നു. അത് 2019 കഴിഞ്ഞ വർഷമാണ് ആ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതിനുശേഷം പിന്നീട് നെന്മാറയിലെ സജിതയുടെ ഭർത്താവായ സുധാകരന്റെ അമ്മ, ഇങ്ങനെ 3 പേരെയാണ് ആകെ കൊലപ്പെടുത്തിയത്. അത് തങ്ങളുടെ കുടുംബ പ്രശ്നത്തിന് കാരണം അയൽവാസികളാണെന്നുള്ള ധാരണയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പക്ഷെ പെട്ടെന്ന് ഇത്തരത്തിൽ, അതായത് ഇയാൾ 1 കൊല്ലം ആയി ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രകോപനത്തിന് കാരണം എന്താണെന്നുള്ള വിവരം ലഭ്യമായിട്ടില്ല. അതിന് ഇനി മറ്റേതെങ്കിലും കാരണമുണ്ടായോ, ഇരുവർക്കുമിടയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായോ തുടങ്ങിയ കാര്യങ്ങൾ അറിയില്ല. ഏതായാലും ഈ ഒരു വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ഇതിൽ അമ്മയുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലും മകന്റേത് നെന്മാറയിലെ ആശുപത്രിയിലുമാണ് ഉള്ളത്. ഇൻക്വസ്റ്റ് നടപടികളടക്കം പോലീസ്. ഇന്ന് എത്ര മണിയോട് കൂടിയാണ് ഈ വീട്ടിലേക്ക് കടന്നു ചെന്നത്? അവിടെ സുധാകരൻ ലക്ഷ്മി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഈ കൊലപാതകത്തിന് ദൃക്സാക്ഷികളുണ്ടോ? മറ്റ് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ വീട്ടിൽ താമസിച്ചിരുന്നത് സുധാകരനും അമ്മയും മാത്രമാണ്. സുധാകരന്റെ മകൾ പുറത്ത് പഠിക്കുകയാണ്, മറ്റൊരു സ്ഥലത്താണ്. അവർ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. അവരവിടെ ഉണ്ടായിരുന്നില്ല. സുധാകരനും അമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 1.5 മണിക്കൂർ മുൻപ് ഇയാൾ വീട്ടിലേക്ക് കയറി ചെല്ലുകയും ഇരുവരെയും കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് ലഭ്യമാകുന്നത്. അതിനുശേഷം ഇയാൾ നെന്മാറയുടെ നെല്ലിയാമ്പതിയുടെ അടിവാരം ഭാഗത്തേക്ക് ഗോകുൽ വരാം. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീമതി പ്രഭിത ജയൻ, ഇങ്ങനൊരു കൊലപാതകം സ്വാഭാവികമായും ഒരു കേസിൽ പോയി ഒരാൾ തിരികെ ജാമ്യത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും അത് അറിയുന്നുണ്ടാകും. പക്ഷെ ഒരു കൊലപാതകമൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നുമില്ല. അങ്ങനെ ഒരു വലിയ ഞെട്ടൽ നൽകുകയാണ്. ഒരു ഇരട്ട കൊലപാതകം ഉണ്ടാവുകയാണ് നാട്ടിൽ എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി വലിയതാണ്. എപ്പോഴാണ് ഈ കൊലപാതകം സംബന്ധിച്ച വിവരങ്ങൾ കിട്ടിയത്? ഞാൻ ഇന്ന് ലീവായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോ ചാനൽ നോക്കുമ്പോഴാണ് കാര്യം അറിയുന്നത്. ഇതിന്റെ മുൻപ് അവര് ഭാര്യനെ കൊലപ്പെടുത്തുകയുണ്ടായിരുന്നു. ആ കൊലപ്പെടുത്തിയതിന് ശേഷം ജയിലിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയതിന് ശേഷമാണ് ഇപ്പൊ ഈ ഒരു 2 കൊല നടന്നത്. അമ്മ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് മരിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. മകൻ അവിടെ തന്നെ വെച്ച് മരിച്ചു. കുടുംബപരമായിട്ടെന്ന് വെച്ചാല് നമ്മൾ അയൽവാസിയായിട്ട് അവര് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഇവരായിട്ട് ഉണ്ടാക്കുന്നു എന്നുള്ള ആ ഒരു അവരുടെ മനസ്സിന് അങ്ങനെ എന്തോ പ്രശ്നം തോന്നിയിട്ടാണ് തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് വന്നിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. ഞാനൊന്ന് അന്വേഷിച്ചിട്ട്, ഇന്ന് ഞാൻ ലീവ് ആയതുകൊണ്ട്
ആ ഭാഗത്തേക്ക് പോവാൻ സാധിച്ചിട്ടില്ല. എന്ത് തന്നെയായാലും ഇപ്പൊ പോയതും കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് ഞാൻ പ്രതികരിക്കും. വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഗോകുൽ VS നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഗോകുൽ, ഈ കൊലപാതകം സംബന്ധിച്ച വാർത്ത നാട്ടുകാർ അറിഞ്ഞത് എപ്പോഴാണ്? പോലീസ് സ്ഥലത്തെത്തിയത് എപ്പോഴാണ്? ആരും പ്രതീക്ഷിക്കാത്ത ചില സംഭവ വികാസങ്ങൾ അല്ലേ? നെന്മാറയിൽ ഇരട്ട കൊലപാതകം ഉണ്ടായിരിക്കുകയാണ്. 2019 നെന്മാറയിൽ സജിത എന്ന് പറയുന്ന യുവതി ചെന്താമര എന്നയാളുടെ കൊലക്കത്തിക്കിരയായി മരിക്കുന്നു. ആ കേസിൽ ജയിലിൽ പോകുന്നു ചെന്താമര എന്നയാൾ. അതിനുശേഷം ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി ഇവിടെ എത്തി. സജിതയുടെ ഭർത്താവിന്റെ അമ്മയുമാണ് കൊല ചെയ്തിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അക്രമത്തിനിടയായി സുധാകരൻ കൊല ചെയ്യപ്പെട്ടു. ലക്ഷ്മി ആശുപത്രിയിൽ വെച്ചാണ് മരണമടഞ്ഞത് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. ഇത്രയും കാലം മനുഷ്യന് പക വെച്ചുകൊണ്ടിരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഗോകുൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഗോകുൽ, അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? നാട്ടുകാരുടെ അടക്കം സഹായത്തോടെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് ചെന്താമരയ്ക്ക് വേണ്ടി എന്നുള്ളതാണ് നമ്മൾ നേരത്തെ അറിഞ്ഞത്. എങ്ങനെയാണ് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നത്? ഇതിപ്പോൾ പ്രധാനമായും ഈ നെല്ലിയാമ്പതി കാടിന്റെ അടിവശത്ത് താഴ്വാരത്തിലാണ് ഇയാൾക്കായുള്ള തിരച്ചിൽ നടത്തുന്നത്. പോലീസ് വിവിധ ടീമുകളായി തിരിഞ്ഞുകൊണ്ട് ഇയാൾക്കായി തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ പ്രദേശത്ത് ഇയാൾ ഉണ്ട് എന്നുള്ള വിവരമാണ് പോലീസിന് ലഭ്യമായിട്ടുള്ളത്. കാരണം കൊലപാതകത്തിന് ശേഷം ഇയാൾ കാട്ടിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തതെന്നുള്ള വിവരങ്ങൾ പ്രദേശവാസികളിൽ നിന്ന് പോലീസിന് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കി തന്നെ ഇയാളെ പിടികൂടാൻ കഴിയും. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇയാളെ പിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഏറെ ദൂരമൊന്നും ഇയാൾക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള വിവരവും പോലീസിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. കാരണം ഈ സംഭവം നടന്നു ഉടനെ തന്നെ വിവരം പോലീസിൽ അറിഞ്ഞു. അതോടൊപ്പം തന്നെ പ്രദേശവാസികൾ പോലീസിനെ വിളിച്ചു പറയുകയും ഈ സംഭവം കണ്ട അല്ലെങ്കിൽ ആ ബഹളം കേട്ട് അവിടേക്ക് എത്തിയ ഇയാൾ ഓടിപ്പോകുന്നത് കണ്ട ആളുകളുണ്ട്. അതനുസരിച്ചാണ് ഇയാൾ എങ്ങോട്ടാണ് ഓടിപ്പോയത് എന്നുള്ള വിവരങ്ങൾ ഏതായാലും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ ഇയാൾക്കായിട്ടുള്ള തിരച്ചിൽ പോലീസ് ഏതായാലും ഊർജിതമാക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇയാളെ പിടികൂടാൻ കഴിയും എന്നുള്ളതാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. നെന്മാറയിലാണ് നാടിന് നടുക്കി ഇരട്ട കൊലപാതകം ഉണ്ടായത്. 2019 കുടുംബത്തിലെ ഒരാളെ കൊലപ്പെടുത്തി ജയിലിൽ പോകുന്നു. തിരികെ ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം, ജാമ്യത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ അന്ന് കൊന്ന സജിതയുടെ ഭർത്താവ് സുധാകരനെയും ഭർത്താവിൻ്റെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയിരിക്കുന്നു. ഒരു കുടുംബത്തിലെ 3 പേരെ ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ്. പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിൽ താമസിക്കുന്ന ചെന്താമര എന്ന കുറ്റവാളി 2019 സംഭവത്തിന് ശേഷം അന്ന് ശാസ്ത്രീയമായ തെളിവെടുപ്പിലൂടെയും മൊഴികളിലുമൊക്കെ നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളിലേക്ക് എത്തിയത്. ഇയാൾ അറസ്റ്റിലായി. അതിനുശേഷം ജയിലിൽ പോയി. ഇപ്പോൾ പുറത്തിറങ്ങി വീണ്ടും അതേ കുടുംബത്തിലെ 2 പേരുടെ ജീവനെടുത്ത ഞെട്ടിക്കുന്ന സംഭവമാണ് പോത്തുണ്ടിയിൽ ഉണ്ടായത്. പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിൽ സുധാകരനാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയും കൊല്ലപ്പെട്ടു. 2019 ഭാര്യ സജിത, അവർക്കന്ന് 35 വയസ്സ് ആയിരുന്നു പ്രായം, അവരും കൊല്ലപ്പെട്ടു. തൻ്റെ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണം ഈ സജിത ഉൾപ്പെടെയുള്ള ആ കുടുംബമാണ് എന്നതായിരുന്നു ചെന്താമര അന്ന് പോലീസിന് നൽകിയ മൊഴി. ആ വൈരാഗ്യത്തിൽ കൊന്നു എന്നതാണ് അന്ന് അയാൾ പോലീസിനോട് കുറച്ച് ദൂരത്തിനപ്പുറമുള്ളത് നെല്ലിയാമ്പതി കാടുകളാണ്. ആദ്യഘട്ടത്തിൽ 2019 സജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷവും ഇദ്ദേഹം ഉൾക്കാട്ടിൽ പോയി ഒളിച്ചു എന്നുള്ളതാണ് നേരത്തെ നെന്മാറ MLA K. ബാബു നമുക്ക് നൽകിയ വിവരം. അന്ന് കാട്ടിൽ അടക്കം പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുന്നു എന്ന വിവരത്തെ തുടർന്ന് പിന്നീട് പുറത്തേക്ക് വന്നപ്പോഴാണ് നാട്ടുകാരുടെ സഹായത്തോടു കൂടി പോലീസ് ഇയാളെ പിടിയിലാക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും ജയിലിലയക്കുന്നതും എല്ലാം. ഇപ്പോഴും കാട് കയറിയിട്ടുണ്ടാകും എന്നുള്ളതാണ് അധികൃതർ വിചാരിക്കുന്നത്. ആ മേഖലയാകെ നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടിയുള്ള പരിശോധന ഇപ്പോൾ നടത്തുന്നു. അധികം താമസിയാതെ തന്നെ ഇയാളെ പിടിയിലാക്കാൻ കഴിയും എന്നുള്ളതാണ് നാട്ടുകാരുടെയും പോലീസിന്റെയും ഒക്കെ ആത്മവിശ്വാസം.